കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം ചിത്തിരയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അനിഷ്ടസ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും സഞ്ചരിക്കുന്നത്. ജന്മത്തിലെ കേതുവും അതുപോലെ തന്നെ 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹുവുമൊക്കെ കുടുംബ ബന്ധങ്ങളിലും പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്വകാര്യ ബന്ധങ്ങളിലുമൊക്കെ എന്തെങ്കിലും അപവാദമോ അനിഷ്ടമോ ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടാവുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം തങ്ങളെക്കുറിച്ചുള്ള മതിപ്പ് കുടുംബത്തിൽ കുറയുന്നു എന്നുള്ളിടത്താണ്. മറ്റിടങ്ങളിൽ വലിയ ദോഷമില്ലാതെ കടന്നു പോകുമെങ്കിലും കുടുംബത്തിൽ അത് കുറയുന്നു. മറ്റിടങ്ങളിൽ ദോഷമില്ലാതെ കടന്നു പോകുന്നു എന്ന് പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈശ്വരാധീനവും ഭാഗ്യക്കേടും ഈശ്വരാധീനം കുറഞ്ഞിരിക്കുന്നത് കൊണ്ടും ഭാഗ്യക്കേട് ഉള്ളതുകൊണ്ടും സ്വാഭാവികമായും മറ്റിടങ്ങളിലും അതായത് സമൂഹത്തിലും തൊഴിലിടത്തുമൊക്കെ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒറ്റപ്പെടലോ മാനസിക വിഷമം ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി വേണം ഇവരും ആളുകളോട് ഇടപെടാനും ജോലിസ്ഥലത്ത് പ്രവർത്തിക്കാനുമൊക്കെ. സാമ്പത്തികമായിട്ട് അപ്രതീക്ഷിതമായ ചിലരിൽ നിന്നൊക്കെ ഇവർക്കിപ്പോൾ സഹായം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. പ്രത്യേകിച്ചും കൊടുക്കില്ല എന്ന് പറഞ്ഞിരുന്ന ബാങ്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഇവരെ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഒരു വലിയ നേട്ടമാണ്. മറ്റൊന്ന്, ഈ കൈകൾ അതുപോലെ കാൽമുട്ടുകൾ, കൈയുടെ മുട്ടുകൾ ഈ ഭാഗത്തൊക്കെ സ്വെല്ലിംഗ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വല്ലാത്ത വേദനയോ നടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാം. പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ പ്രവർത്തന രംഗത്ത് അങ്ങേയറ്റം അർപ്പിത മനസ്സോടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് സാമ്പത്തിക മേഖലയിൽ വലിയ ദോഷം വരുന്നില്ല. എല്ലായിടത്തും ഭാഗ്യക്കേട് പിന്തുടരുന്നത് കൊണ്ട് നമ്മുടെ കഠിനാധ്വാനം, അതായത് ഈ നക്ഷത്രക്കാരുടെ കഠിനാധ്വാനം തന്നെയാണ് ഇപ്പോൾ പ്രധാനം. അത് അങ്ങേയറ്റം പ്രാർത്ഥനയോടുകൂടി ചെയ്യുക. കാര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഒരല്പം വീഴ്ച വന്നാലും കുഴപ്പമില്ല. പക്ഷേ കാര്യങ്ങൾ പ്രതികൂലമായിരിക്കുമ്പോൾ നന്നായി പ്രാർത്ഥിക്കുക, മനസ്സിനെ അങ്ങേയറ്റം നന്നായി മെരുക്കുക. ഇതെല്ലാം ഇവിടെ ചെയ്യേണ്ടിയിരിക്കുന്നു കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26, 27, 28, 29, 30 ദിവസങ്ങൾ താരതമ്യേന സാമ്പത്തികമായും പ്രവർത്തനപരമായും ഗുണകരമാണ്.